ഹലോ ഫ്രണ്ട്സ്, ലേൺ മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ 2025 പ്രാക്ടിക്കൽ എക്സാമുകൾ ഏകദേശം അടുത്ത് വന്നിരിക്കുകയാണ്. പല സ്കൂളിലും ഇപ്പോൾ മോഡൽ പ്രാക്ടിക്കൽ പരീക്ഷ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പല സ്കൂളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ മോഡൽ പ്രാക്ടിക്കൽ എഴുതിയിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എഴുതാൻ പോകുന്നവരായിരിക്കും. എന്തുതന്നെയായാലും ഫൈനൽ പ്രാക്ടിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഫിസിക്സ് വിഷയത്തിൻ്റെ ഫൈനൽ പ്രാക്ടിക്കൽ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ഉൾപ്പെടുന്നൊരു വീഡിയോ ആണ്. നമുക്ക് പ്രാക്ടിക്കൽ പരീക്ഷയെ എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വേണ്ടത്ര പ്രാധാന്യം തോന്നുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു ടെൻഷനായിരിക്കും ഒരുപക്ഷെ മനസ്സിലുണ്ടാവുക. പ്രാക്ടിക്കൽ എങ്ങനെയാകും, ഫുൾ അടിക്കാൻ പറ്റുമോ? അത്തരം കാര്യങ്ങൾക്കെല്ലാമുള്ള ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഒരു എക്സ്പെരിമെൻറ്റ് കിട്ടുമ്പോൾ എന്താണ് നമ്മൾ പേപ്പറിൽ എഴുതേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ വരുന്നത്, ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെയും എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടതെന്ന് തുടങ്ങിയ വിശദമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അതും കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുക നമ്മുടെ പ്രാക്ടിക്കൽ ഫൈനൽ എക്സാമിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതായത് മാർക്ക് എത്രയാണ്, ടൈം എങ്ങനെയാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരിക, ദെൻ ജനറലായിട്ട് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇത്ര മാത്രമാണ് നമ്മളിന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ്, നമ്മുടെ ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. നമ്മുടെ ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം തിയറി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പ്രാക്ടിക്കൽ എക്സാം. പ്രാക്ടിക്കൽ എക്സാമിന് നമുക്ക് മാക്സിമം മാർക്ക് 40 മാർക്കിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമാണ്. അതിൽ 40 മാർക്കിൻ്റെ ഈ പരീക്ഷയിൽ നമുക്ക് 2 എക്സ്പെരിമെൻറ്റുകളാണ് ചെയ്യേണ്ടി വരിക. നമ്മുടെ ഈ 40 മാർക്ക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കിടയിൽ നമ്മൾ 2 എക്സ്പെരിമെൻറ്റുകൾ പൂർണ്ണമായിട്ടും തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവനായിട്ടും ചെയ്യേണ്ടി വരും. ഒരു എക്സ്പെരിമെൻറ്റ് ഫുള്ളും ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പാതി അങ്ങനെയുള്ള മീനിങ്ങിലല്ല, 2 എക്സ്പെരിമെൻറ്റുകൾ പൂർണ്ണമായിട്ടും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രാക്ടിക്കൽ പരീക്ഷ. അതിനാണ് ടോട്ടൽ 40 മാർക്ക്. അപ്പോൾ നമുക്കിങ്ങനെ 20 മാർക്ക് ഈച്ച് എന്ന് പരിഗണിക്കാം. ഒരു എക്സ്പെരിമെൻറ്റിന് 20 മാർക്ക്, അങ്ങനെയുള്ള 2 മൊത്തം 40 മാർക്ക്. ദെൻ നമുക്ക് ഈ 2 എക്സ്പെരിമെൻറ്റുകൾ മുഴുവനായും ചെയ്യാനുള്ള സമയം 3 മണിക്കൂറാണ്. 3 ഹവറാണ് നമ്മുടെ സമയപരിധി. ഇപ്പോൾ 3 മണിക്കൂറിൻ്റെ ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 മണിക്കൂറാണ് നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് 2 എക്സ്പെരിമെൻറ്റുകൾ ചെയ്യണം, അതിനാകെ നമുക്ക് അനുവദിച്ചിട്ടുള്ളത് 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂറിൽ 1.5 മണിക്കൂറാണ് ഒരു എക്സ്പെരിമെൻറ്റ് പൂർണ്ണമായിട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ളത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുന്ന സമയത്ത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തിയറി എക്സാം എഴുതുമ്പോൾ ചില കുട്ടികൾ എ പാർട്ട് ഒഴിവാക്കി ബാക്കിയുള്ള സെക്ഷൻസ് എഴുതാൻ ശ്രമിക്കും. ചിലർ ആ ഓർഡറിൽ തന്നെ എഴുതും, മറ്റു ചിലർ ലാസ്റ്റ് പാർട്ട് DE തുടങ്ങിയ പാർട്ടിൽ നിന്ന് എഴുതി പുറകോട്ട് എഴുതി വരും. അതെല്ലാം നമ്മൾ സമയം മാനേജ് ചെയ്യാനുള്ള നമ്മുടെ ചില ഐഡിയ ആണ്. അത് തിയറി എക്സാമിൻ്റെ കാര്യത്തിൽ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാക്ടിക്കൽ പരീക്ഷയുടെയും ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷ ഹാളിൽ നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയാം. എന്തായാലും ഒരു കാര്യം ഓർക്കുക, 3 മണിക്കൂർ ദൈർഘ്യമുള്ള നമ്മുടെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ സമയം നമ്മൾ വളരെ ബ്രില്യൻ്റായിട്ട് മാനേജ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമുക്ക് നന്നായി ചെയ്യാൻ അറിയാമെങ്കിൽ പോലും പല എക്സ്പെരിമെൻറ്റും മുഴുവനാക്കാൻ സാധിക്കാതെ വരികയോ, അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വെപ്രാളം കൊണ്ട് തെറ്റിച്ച് കളയാൻ സാധ്യതയോ, അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് കൃത്യമായിട്ട് എഴുതാൻ വിട്ടുപോവുക, പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ മറന്നു പോവുക, ചിലപ്പോൾ ടെൻഷൻ കാരണം പലപ്പോഴും നമ്മൾ ആവറേജ് കാണുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ വരെ മറന്നു പോകാറുണ്ടാവും. മൊത്തമായിട്ട് സം ചെയ്ത് വയ്ക്കും, ഡിവൈഡ് ചെയ്യാൻ മറന്നു. അങ്ങനെ ടെൻഷൻ കയറുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് തെറ്റാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും ഇടവരാതെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നമ്മുടെ മുമ്പിലുള്ളത് 1.5 മണിക്കൂറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നോക്കേണ്ടത് ഈ 40 മാർക്ക് എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്, മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നൊന്ന് വേഗത്തിൽ നോക്കാം. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള 2 എക്സ്പെരിമെൻ്റ് എന്നുള്ള കണക്കിൽ ചിന്തിച്ചാൽ മതി. ഫോർ 1 എക്സ്പെരിമെൻറ്റ്
ഫോർമുല ആൻഡ് പ്രിൻസിപ്പിൾ. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ ഫോർമുലയും പ്രിൻസിപ്പിളും എഴുതുന്നതിന് 5 മാർക്കാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ മുന്നോട്ട് പോകാം. ഫോർ എക്സാമ്പിൾ സ്ക്രൂ ഗേജ് ആണെന്ന് വിചാരിക്കുക. സ്ക്രൂ ഗേജിൻ്റെ പ്രിൻസിപ്പിള് ഫോർമുല എന്താണ്? ഇപ്പോൾ മൊമെൻറ്റ് ബാർ ആണെങ്കിൽ പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് നമുക്കറിയാമല്ലേ. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് എന്നുള്ള അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ക്രൂ ഗേജിനാണെങ്കിൽ അതിൻ്റെ ഫോർമുലയുണ്ട്, ടോട്ടൽ റീഡിങ്ങിൻ്റെ ഫോർമുലയുണ്ട്. അങ്ങനെ ഫോർമുല ഉണ്ടെങ്കിൽ ഫോർമുല അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ. ഇനി അതുമല്ലെങ്കിൽ ചില എക്സ്പെരിമെൻറ്റിൽ നമുക്ക് റേ ഡയഗ്രങ്ങൾ ഉണ്ടാകാം. റേ ഡയഗ്രാം. മറ്റ് ചില എക്സ്പെരിമെൻറ്റുകളിൽ നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടാകാം. സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ അങ്ങനെ റേ ഡയഗ്രാം ഉണ്ടെങ്കിൽ റേ ഡയഗ്രാം, സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം. ഇനി അതല്ല നമുക്ക് ഒരു ഗ്രാഫിൽ നിന്നുള്ള ഡേറ്റയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഗ്രാഫ് ഉണ്ടാകാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. അതിൻ്റെ ഒരു മോഡൽ, കൃത്യമായ ഗ്രാഫ് നമ്മൾ പിന്നീട് വരയ്ക്കും. എങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു മോഡൽ, പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫോർമുല എഴുതുന്ന കൂട്ടത്തിൽ നമ്മൾ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം ചേർത്തിട്ടാണ് നമുക്ക് എത്ര മാർക്കുള്ളത്? 5 മാർക്ക് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് 5 മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത് ഫോർമുല ആൻഡ് പ്രിൻസിപ്പിളാണ്. അതിൽ പ്രിൻസിപ്പിളും ഫോർമുലയും കൂടാതെ ഈ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുമെന്ന് മാത്രം. അടുത്തത് സെറ്റിംഗ് അപ്പ് ഓഫ് അപ്പാരറ്റസ്. നിങ്ങളുടെ എക്സ്പെരിമെൻറ്റിന് ചെയ്യാനുള്ള അപ്പാരറ്റസ് സെറ്റ് ചെയ്യുന്നതിലുള്ള മാർക്കാണ്. ഇപ്പോൾ വെർനിയർ കാലിപ്പർ ആണെങ്കിൽ അതെങ്ങനെയാണ് പിടിക്കേണ്ടത്, സിമ്പിൾ പെൻഡുലം ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത്, ഓംസ് ലോ ആണെങ്കിൽ നമ്മൾ അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, റെസിസ്റ്റൻസ്, റിയോസ്റ്റാറ്റ് എന്നിവയെല്ലാം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചില കുട്ടികൾ കൃത്യമായി പഠിക്കാത്തത് കൊണ്ടോ വെപ്രാളം കൊണ്ടോ ഓംസ് ലോയുടെ സർക്യൂട്ട് ഡയഗ്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ കണക്ട് ചെയ്ത റിസൾട്ട് കിട്ടുമായിരിക്കും. പക്ഷേ നമ്മൾ ഓംസ് ലോയിലേക്ക് നോക്കുമ്പോൾ ഇടിയപ്പത്തിലേക്ക് നോക്കുന്നത് പോലെയാണ്. ഇടിയപ്പത്തിൻ്റെ നൂലുകൾ പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന പോലെ വയറുകൾ കാണും. അപ്പോൾ എക്സ്റ്റേണൽ എക്സാമിനർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുകയും കൂടി ഇല്ല, ഇത് എവിടുന്ന് വന്നു, ഇത് എങ്ങോട്ട് കണക്ഷൻ പോയി എന്ന്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എസ്തറ്റിക് ഭാഗവും അതിൻ്റെ ഒരു കൃത്യതയും ഒരു ലോജിക്കും എല്ലാം ചേർത്തിട്ടാണ് 2 മാർക്ക് കിട്ടുന്നത്. അടുത്തത് പെർഫോമൻസ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ഒബ്സർവേഷൻസ്. എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രാവീണ്യവും അതുപോലെ കൃത്യമായ ഒബ്സർവേഷൻസ് റെക്കോർഡ് ചെയ്ത് നമ്മളുടെ ടാബുലാർ കോളത്തിൽ നമ്മൾ എഴുതിയ റീഡിങ്സ് കറക്റ്റാണ്, അത് എടുക്കുന്നത് കറക്റ്റാണ് എന്നുള്ള മെത്തേഡ് കറക്റ്റാണെങ്കിൽ അതെല്ലാം ചേർത്ത് 6 മാർക്കാണ്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് പെർഫോമൻസ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ഒബ്സർവേഷനാണ്. അതുകൊണ്ട് ഓരോ എക്സ്പെരിമെൻറ്റും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ എക്യുപ്മെൻറ്റും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി വിശദമായ ഐഡിയ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏതെങ്കിലും എക്യുപ്മെൻറ്റിൽ റീഡിങ്സ് എടുക്കുന്നതിൽ എന്തെങ്കിലും സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കായി താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അത്തരം ഒന്നിലധികം സംശയങ്ങൾ വരുന്ന പക്ഷം അതെല്ലാം കൂടെ ചേർത്ത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഭാഗമാണ്, വളരെ ശ്രദ്ധിക്കണം. മാത്രവുമല്ല, നമ്മളുടെ ഒബ്സർവേഷൻ എടുക്കുന്ന മെത്തേഡ് തെറ്റാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാൽക്കുലേഷനും റിസൾട്ടും എല്ലാം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ദെൻ കാൽക്കുലേഷൻ ആൻഡ് റിസൾട്ട് ഇൻ SI യൂണിറ്റ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാൽക്കുലേഷൻ ആൻഡ് റിസൾട്ട് ഇൻ SI യൂണിറ്റ്. നമ്മൾ ഒടുവിൽ എഴുതുന്ന റിസൾട്ട് ഏത് യൂണിറ്റിലായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പെക്യുലാരിറ്റി എന്താണ്, അത് എഴുതേണ്ടത് എങ്ങനെയാണ്? SI യൂണിറ്റിലാണ്. ഇപ്പോൾ ഒരു ലെങ്ത്താണ് നമ്മുടെ റിസൾട്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ അത് സെൻറ്റിമീറ്ററിൽ എഴുതിയാൽ പോരാ, മില്ലിമീറ്ററിൽ എഴുതിയാൽ പോരാ, സ്റ്റാൻഡേർഡ് യൂണിറ്റായ SI യൂണിറ്റായ മീറ്ററിൽ തന്നെ എഴുതണം. അതുപോലെ ഇപ്പോൾ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓം എന്ന് തന്നെ എഴുതണം. വോളിയം ആണെങ്കിൽ മീറ്റർ ക്യൂബിൽ തന്നെ എഴുതണം. SI യൂണിറ്റിൽ തന്നെ റിസൾട്ട് ഉണ്ടായിരിക്കണം. റിസൾട്ട് SI യൂണിറ്റിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എക്സാമിനർക്ക് മാർക്ക് കുറയ്ക്കേണ്ടി വരും. അത് എക്സ്റ്റേണൽ എക്സാമിനറുടെ തെറ്റല്ല, വേറെ നിർവാഹമില്ലാതെ എക്സ്റ്റേണൽ എക്സാമിനർക്ക് മാർക്ക് കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം, SI യൂണിറ്റിലുള്ള റിസൾട്ട് ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ ടെൻഷൻ കാരണം സമയം നഷ്ടപ്പെടുത്തി ഒടുവിൽ ഇറങ്ങാറാകുമ്പോഴായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അത് അന്നേരത്തെ വെപ്രാളത്തിൽ പെട്ടെന്ന് ഈ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാതെ എഴുതി വയ്ക്കും. പിന്നീട് അത് വാല്യൂ ചെയ്യുന്ന സമയത്ത് SI യൂണിറ്റ് ഇല്ല, അതുകൊണ്ട് ആ മാർക്ക് നഷ്ടമാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. നമ്മളെപ്പോൾ റിസൾട്ട് എഴുതിയാലും അത് SI യൂണിറ്റിലായിരിക്കണം. അതിന് 4 മാർക്കാണ് ഉള്ളത്. അവസാനമായിട്ടുള്ളത് വൈവ. നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട് എക്സ്റ്റേണൽ എക്സാമിനർ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. അതിനെയാണ് വൈവ വോസ എന്ന് പറയുക. ആ ചോദ്യങ്ങൾക്ക് 1 മാർക്കാണ് ഉള്ളത്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ടല്ലോ, ഓരോ എക്സ്പെരിമെൻറ്റ്
പരീക്ഷയ്ക്ക് വരുമ്പോഴും അത് എന്തൊക്കെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ഫോർമുല ഭാഗത്ത് എഴുതേണ്ടത്, എങ്ങനെയാണത് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ വീഡിയോയിൽ ഓരോ എക്സ്പെരിമെൻറ്റിനും പോസിബിളായിട്ടുള്ള വൈവ ചോദ്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ കാണാം. ദെൻ റെക്കോർഡ് ബുക്ക്. സർട്ടിഫൈ ചെയ്ത റെക്കോർഡിന് ഒരു എക്സ്പെരിമെൻറ്റിന് 2 മാർക്കാണ്. ഈ പറഞ്ഞതെല്ലാം ഒരു എക്സ്പെരിമെൻറ്റ് വെച്ചിട്ടാണ്. അങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻറ്റിന് ടോട്ടൽ 20 മാർക്ക് കിട്ടുന്നത്. അത്തരത്തിലുള്ള 2 എക്സ്പെരിമെൻറ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. ടോട്ടൽ മാർക്ക് 40 ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ മുൻപ് പറഞ്ഞു നമ്മുടെ പരീക്ഷയ്ക്ക് 2 എക്സ്പെരിമെൻറ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഈ 2 എക്സ്പെരിമെൻറ്റ്സിനും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറിന് 2 ഭാഗങ്ങൾ ഉണ്ടാകും. ഒന്ന് പാർട്ട് എ, ഇനിയൊന്ന് പാർട്ട് ബി. ഒരു പാർട്ട് എയുമുണ്ട്, ഒരു പാർട്ട് ബിയുമുണ്ട്. പാർട്ട് എ എന്ന് പറയുന്നത് +1 തിയറി ഭാഗവുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെൻറ്റാണ്. പാർട്ട് 1 അല്ലെങ്കിൽ പാർട്ട് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് +1 ടോപ്പിക്കിൽ നിന്നുള്ള എക്സ്പെരിമെൻറ്റുകളാണ്. പാർട്ട് ബി എന്ന് പറയുന്നത് +2 ടോപ്പിക്കിൽ നിന്നുള്ള എക്സ്പെരിമെൻറ്റാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ 2 എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറയുന്നതിൽ ഒരെണ്ണം പാർട്ട് എയിൽ നിന്നും ഒരെണ്ണം പാർട്ട് ബിയിൽ നിന്നും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. സെക്കൻഡ് ഇയർ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് 2 എക്സ്പെരിമെൻറ്റുകൾ വരിക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും പാർട്ട് എയിൽ നിന്ന് നമ്മൾ ഏത് ചെയ്യണം, പാർട്ട് ബിയിൽ നിന്ന് നമ്മൾ ഏത് ചെയ്യണം എന്നുള്ളത്. മറ്റ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം അതത് സമയങ്ങളിൽ നിങ്ങളുടെ പഠിപ്പിക്കുന്ന ടീച്ചറും എക്സ്റ്റേണൽ എക്സാമിനറും കൂടെ പരീക്ഷാ ഹാളിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും മറ്റ് ഇൻസ്ട്രക്ഷൻസ്. അത് പരീക്ഷാ സമയത്തുള്ള ഇൻസ്ട്രക്ഷൻസാണ്. ജനറലായ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ എക്സാം ഹാൾ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. നമ്മുടെ എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മുടെ കൈവശം ഹാൾ ടിക്കറ്റും സർട്ടിഫൈ ചെയ്ത റെക്കോർഡും പിന്നെ പരീക്ഷ എഴുതുവാനായിട്ട് നമ്മുടെ കൈവശം നമ്മൾ കൊണ്ടുപോകുന്ന ഇൻസ്ട്രുമെൻറ്റ് ബോക്സും മറ്റ് കാര്യങ്ങളും ഒക്കെയാണ്. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 2 എക്സ്പെരിമെൻറ്റുകൾ നമുക്ക് ഉണ്ടാവുമെന്നറിയാം. നമുക്കൊരു ആദ്യം ചെയ്യേണ്ട പാർട്ട് എയിൽ നിന്നുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടാവും, കൂടാതെ പാർട്ട് ബിയിൽ നിന്നുള്ള രണ്ടാമതൊരു എക്സ്പെരിമെൻറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പാർട്ട് എയിലേതാണോ ആദ്യം ചെയ്യേണ്ടത്, പാർട്ട് ബിയിലേതാണോ ആദ്യം ചെയ്യേണ്ടതെന്നൊക്കെ പരീക്ഷാ ഹാളിൽ നിൽക്കുമ്പോൾ ഇൻറ്റേർണൽ ടീച്ചറോ എക്സ്റ്റേണൽ എക്സാമിനറോ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നോക്കേണ്ടതില്ല, ഏതായാലും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്, നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ദെൻ ഇവിടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 2 എക്സ്പെരിമെൻറ്റുകളുടെയും, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ആദ്യം ചെയ്യേണ്ടത് സ്ക്രൂ ഗേജും രണ്ടാമതായിട്ട് എനിക്ക് വന്നത് ഓംസ് ലോയുമാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ 2 എക്സ്പെരിമെൻറ്റുകളാണ് എനിക്ക് ചെയ്യാനുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് സ്ക്രൂ ഗേജിൻ്റെയും ഓംസ് ലോയുടെയും പ്രിൻസിപ്പിൾ, അതുപോലെ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടെങ്കിൽ അത്, റേ ഡയഗ്രാം ഉണ്ടെങ്കിൽ അത്, കാൽക്കുലേഷൻ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മോഡൽ ഗ്രാഫ്, ഒരു റഫായിട്ടുള്ളൊരു ഗ്രാഫ്, റിസൾട്ടിൻ്റെ വാചകം, ടാബുലാർ കോളം. ഇപ്പോൾ സ്ക്രൂ ഗേജ് ആണെങ്കിൽ നമുക്കറിയാം പിച്ച്, ലീസ്റ്റ് കൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എഴുതാനുള്ള ഇക്വേഷൻസ്, ടാബുലാർ കോളം വിശദമായിട്ട് ഹെഡിങ്ങുകളെല്ലാം പൂരിപ്പിച്ച ടാബുലാർ കോളം, ഇതെല്ലാം കൂടെ എഴുതി 2 എക്സ്പെരിമെൻറ്റിൻ്റെയും ഈ കാര്യങ്ങളെല്ലാം കൂടെ എഴുതി എക്സ്റ്റേണൽ എക്സാമിനറെ കാണിക്കുക എന്നുള്ളതാണ് ആദ്യപടി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, നമ്മൾ എയിം ആദ്യം എഴുതുന്നുണ്ടല്ലോ. നമ്മളുടെ ഈ എക്സ്പെരിമെൻറ്റിലെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് എയിമായിട്ട് വരുന്നത്. റെക്കോർഡിൽ അങ്ങനെയല്ല. റെക്കോർഡിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റിന് വ്യക്തമായൊരു എയിം എഴുതിയിട്ടുണ്ട്. പരീക്ഷയ്ക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് എയിമായിട്ട് വരിക. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ എയിം. ആ ചോദ്യ പേപ്പറിൽ എങ്ങനെയാണോ സ്ക്രൂ ഗേജ് ചോദിച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഒരു പേപ്പറിലേക്ക് എടുത്തെഴുതുന്നു, അതാണ് എയിം. നമുക്ക് എഴുതേണ്ടത് അതിന് ശേഷമുള്ള പ്രിൻസിപ്പിൾ മുതലാണ്. ഈ പ്രിൻസിപ്പിൾ എന്ന ഹെഡിന് താഴെയാണ് നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ വരിക. അതായത് ഒരു ഫോർമുല ഉണ്ടെങ്കിൽ അത്, ഡയഗ്രംസ് ഉണ്ടെങ്കിൽ അത്, ഗ്രാഫ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ടാബുലാർ കോളംസ് ഉണ്ടെങ്കിൽ അത്, ഈ കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പിൾ എന്ന ഹെഡിന് താഴെ എഴുതി നമ്മൾ എക്സ്റ്റേണൽ എക്സാമിനറിനെ കാണിക്കണം.
എക്സ്റ്റേണൽ എക്സാമിന് അത് നോക്കി രണ്ടും ശരിയാണ് എന്ന് ടിക്ക് ചെയ്ത് തരുമ്പോഴാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമുക്ക് എത്രയാണ് സമയമുള്ളത്? ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ 1.5 മണിക്കൂറാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 3 മണിക്കൂർ. ഈ 3 മണിക്കൂറിൽ ഈ പ്രിൻസിപ്പിളും പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും എക്സ്റ്റേണൽ എക്സാമിനറെ ചെയ്ത് കാണിക്കാനായിട്ട് നമ്മൾ വൈകിച്ചാൽ, താമസിപ്പിച്ചാൽ, ഓർക്കണം, നമുക്ക് എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. നമുക്ക് എക്സ്പെരിമെൻറ്റ് നന്നായി അറിയാമെങ്കിൽ പോലും ടെൻഷൻ കൊണ്ട് ആ സമയത്ത് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നാൽ അതൊന്ന് ഇരുന്ന് ആലോചിച്ച് സോർട്ട് ചെയ്യാനുള്ള സമയമാണ് നമ്മൾ ഇത് എഴുതുമ്പോൾ താമസിച്ചാൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ എക്സ്പെരിമെൻറ്റുകളുടെയും പ്രിൻസിപ്പിള്, പ്രൊസീജിയർ വേണമെന്നില്ല, പ്രൊസീജിയർ നമുക്കറിയാം. പ്രിൻസിപ്പിള്, ഫോർമുല, ഡയഗ്രം, ഗ്രാഫ്, ടാബുലാർ കോളം എന്നിവയെല്ലാം വളരെ വൃത്തിയായി പഠിച്ചിരിക്കണം. ഒരു എക്സ്പെരിമെൻറ്റ് കിട്ടിയാൽ എന്താണ് എഴുതി കാണിക്കേണ്ടതെന്നുള്ളതും എങ്ങനെയാണത് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും വളരെ വൃത്തിയായിട്ട് നമുക്കറിയാമായിരിക്കണം. അത് എത്രയും പെട്ടെന്ന് എക്സ്റ്റേണലിനെ കാണിച്ച് സൈൻ വാങ്ങുക, ഉടനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. എക്സാം ഹാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എത്രയും വേഗം ഈ ഡേറ്റ എഴുതി എക്സ്റ്റേണൽ എക്സാമിനറെ കാണിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ടെൻഷൻ വേണ്ട. നമുക്കറിയാം, നമ്മളൊരു വർഷം ചെയ്തതാണ്, പലതവണ പഠിച്ചതാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദമോ ടെൻഷനോ വേണ്ട. നമുക്കറിയാവുന്ന എക്സ്പെരിമെൻറ്റുകൾ തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഒരു എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്യാൻ ആവശ്യമായ എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റപ്പുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളെല്ലാം ലാബിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മുടെ കൈവശം കരുതേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഒരു പറയണമെന്നല്ലോ എന്നോർത്ത് മാത്രം പറയുന്നതാണ്. ഒരു പേന ഉണ്ടായിരിക്കണം, ഒരു പെൻസിൽ ഉണ്ടായിരിക്കണം, ഒരു സ്കെയിൽ ഉണ്ടായിരിക്കണം, റബ്ബർ ഉണ്ടായിരിക്കണം, ഒരു ഷാർപ്നർ ഉണ്ടായിരിക്കണം, പിന്നെ ഒരു പ്രൊട്രാക്ടർ ഉണ്ടായിരിക്കണം. നമ്മൾ പ്രിസം ചെയ്യുമ്പോൾ അത് ആവശ്യമായിട്ട് വരും. ഒരു കോമ്പസ് ഉണ്ടായിരിക്കണം. പാരലോഗ്രാം ലോ ചെയ്യുമ്പോൾ അത് ആവശ്യമായി വന്നേക്കാം. ദെൻ നമ്മുടെ കൈവശം ഒരു കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കണം. അത് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, പക്ഷേ ഇതാണ് നിബന്ധന, അതൊരു നോൺ പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റർ ആയിരിക്കണം. ഇപ്പോൾ കാസിയോ പോലെയൊക്കെയുള്ള കമ്പനിയുടെ ആണെങ്കിൽ FX എന്നതിന് ശേഷം ഒരു കോഡുണ്ടല്ലോ, അത് 100 താഴെ FX, ഇപ്പോൾ കോഡ് ഇങ്ങനെ വരികയാണ് FX 93 എന്നൊക്കെ വരികയാണ്. ഓക്കെ, 100 താഴെ കോഡ് 100 താഴെ വരുന്ന കാൽക്കുലേറ്ററുകളെല്ലാം നോൺ പ്രോഗ്രാമബിളാണ്. കാസിയോ പോലൊരു ബ്രാൻഡിൻ്റെ ആണെങ്കിൽ മറ്റ് ബ്രാൻഡുകളെ പറ്റി നിങ്ങൾ പ്രോഗ്രാമബിൾ ആണോ എന്ന് അതിൻ്റെ ഡാറ്റാ ഷീറ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നോൺ പ്രോഗ്രാമബിൾ ആയിട്ടുള്ളൊരു കാൽക്കുലേറ്റർ കരുതുന്നത് നന്നായിരിക്കും. ഈ വക കാര്യങ്ങളൊന്നും കയ്യിലില്ലാതെ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത ആളോട് ഇതൊക്കെ ചോദിക്കാൻ നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ സമയം നഷ്ടപ്പെടുകയാണെന്നും എക്സ്റ്റേണൽ എക്സാമിനർ നമ്മളെന്തോ മാൽ പ്രാക്ടീസ് നടത്തുകയാണെന്ന് തെറ്റിദ്ധരിക്കാനോ സാധ്യതയുണ്ട്. ലാബിൽ തികഞ്ഞ സൈലൻസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടതില്ല. നമുക്കറിയാം എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വളരെ വൃത്തിയായി സോർട്ട് ഔട്ട് ചെയ്ത് ചെയ്യുന്നു. എന്തെങ്കിലും സാധനം അഡീഷണലായി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ലാബിൽ നിൽക്കുന്ന ടീച്ചറിനോട് സഹായം ആവശ്യപ്പെടുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ എക്സാം തിയറി പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്, അതും നോൺ പ്രോഗ്രാമബിൾ. മറ്റ് യാതൊരു വിധത്തിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഇൻക്ലൂഡിങ് നമ്മുടെ സ്മാർട്ട് വാച്ച് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ലാബ് സമയത്ത് കയ്യിലുണ്ടാകാൻ പാടില്ല. അതൊക്കെ പുറത്ത് വയ്ക്കണം. പിന്നെ ഹോൾ ടിക്കറ്റ്, സർട്ടിഫൈ ചെയ്ത റെക്കോർഡും കൈവശം ഉണ്ടായിരിക്കണം. പരീക്ഷാവേളയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ടീച്ചറുടെ സഹായം തേടാം. നിങ്ങൾക്ക് നല്ല ഒരു പരീക്ഷാ സമയം, നല്ലൊരു എക്സാം 40-ൽ 40 അടിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ആവശ്യം. എക്സ്റ്റേണൽ ടീച്ചർ ചോദിക്കുന്ന എല്ലാ വൈവ ചോദ്യങ്ങൾക്കും നമുക്ക് കൃത്യമായ ഉത്തരങ്ങൾ പറയാൻ സാധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു പ്രാക്ടിക്കൽ എക്സാം ആശംസിക്കുന്നു. അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.